ഹലോ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ പാഠമായ അമ്മയോടൊപ്പം എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഏതാ പാഠത്തിൻ്റെ പേരെന്താണ്? അമ്മയോടൊപ്പം. അമ്മയെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മയെ. മാഷിന് ഇഷ്ടമാണ് അമ്മയെ. അപ്പോൾ ആ അമ്മയോടൊപ്പം എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനി എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ ഫോണിൽ യഥാസമയം കിട്ടുന്നതിനായിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായുള്ള ഓൺലൈൻ ക്ലാസ്. ഏതാ പാഠത്തിൻ്റെ പേര്? അമ്മയോടൊപ്പം. അതിലെ ആദ്യത്തെ പീരീഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാ പാഠത്തിൻ്റെ പേര് ഒന്നുകൂടി പറയൂ? അമ്മയോടൊപ്പം. മാഷ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ചങ്ങാതിമാരെ കാണിച്ചു തരട്ടെ. നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചങ്ങാതിമാരായി. ആരൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? അമ്മ മാനുണ്ട്, പിന്നെയോ മാൻകുട്ടിയുണ്ട്, പിന്നെന്താ ഉള്ളത്? അത് മാത്രമേ ഉള്ളൂ. നോക്കി, ആ മരത്തിൽ എന്താ ഉള്ളത് നോക്കൂ. തത്തമ്മയുണ്ട് അല്ലേ? തത്തമ്മയുണ്ട്, 3 തത്തക്കുട്ടിയുണ്ട് അല്ലേ? നിങ്ങൾക്ക് തത്തമ്മയെന്ന് ഭയങ്കര ഇഷ്ടമല്ലേ? ആർക്കൊക്കെ തത്തമ്മ ഇഷ്ടം? കൈപൊക്കി നോക്കട്ടെ. വെരി ഗുഡ്. മാനിനെ ആർക്കൊക്കെ ഇഷ്ടം? ഓക്കെ ശരി. മാനിനെയും തത്തമ്മയും കൂടാതെ വേറെന്തൊക്കെയാണ് കാണുന്നത്? മലയുണ്ട്, മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, ശരിയല്ലേ? ഇനി അമ്മമാനും മാൻകുട്ടിയും തമ്മിൽ എന്തൊക്കെയാണ് പറയണമെന്ന് നോക്കിയേ. എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? അമ്മമാനും മാൻകുട്ടിയും ചേർന്നിട്ട് അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? ഒന്ന് ഓർത്ത് നോക്കിയേ. അതുപോലെ തന്നെ മുകളിൽ നോക്കുക, മരക്കൊമ്പിൽ തത്തമ്മയും തത്തക്കുട്ടികളും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്തായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക? ശരി, എന്തായാലും ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഒരു ബുക്ക് എടുത്ത ശേഷം അമ്മമാനും മാൻകുട്ടിയും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഒന്ന് എഴുതി നോക്കുക. എന്താണ് എഴുതുക? അമ്മമാനും മാൻകുട്ടിയും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം ഒന്ന് എഴുതി നോക്കുക. അതുപോലെ തന്നെ തത്തമ്മയും തത്തക്കുട്ടികളും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും അതൊന്ന് എഴുതിയ ശേഷം അതിന് ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകന് അയച്ചു തരുമോ? മിടുക്കുകളാണെങ്കിൽ അത് ചെയ്യുമല്ലോ അല്ലേ? ഹോംവർക്ക് പോലെ. ആരൊക്കെ ചെയ്യും നോക്കട്ടെ? വെരി ഗുഡ്. അപ്പോൾ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും എന്ത് ചെയ്യണം? അമ്മമാനും മാൻകുട്ടിയും തമ്മിലുള്ള സംഭാഷണവും തത്തമ്മയും തത്തക്കുട്ടികളും തമ്മിലുള്ള സംഭാഷണവും കുറച്ച് വാക്കുകളായിട്ട് ആയാലും മതി. ഒരു 3-4 സെൻറ്റൻസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അവരെന്താ പറയണമെന്നുള്ളത് ഒന്ന് എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിന് അയച്ചു തരണം കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കണ്ണൻ്റെ അമ്മ എന്ന ഒരു കവിതയാണ്. പ്രശസ്തയായ കവയിത്രി സുഗതകുമാരിയുടെ കവിതയാണ് ഇത്. കണ്ണൻ്റെ അമ്മ. കണ്ണനെ കാണാഞ്ഞ് വിഷമിച്ചിട്ട് കണ്ടവരോടെല്ലാം മകനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അമ്മയെക്കുറിച്ചാണ് ഈ കവിതയിൽ സുഗതകുമാരി പറയുന്നത്. ആരാ കണ്ണൻ? അറിയില്ലേ മക്കൾക്ക്? നമ്മുടെ ഉണ്ണിക്കണ്ണനില്ലേ, ശ്രീകൃഷ്ണൻ. ആ ഉണ്ണിക്കണ്ണനെ കുറിച്ചാണ് പറയണത്. ആ കണ്ണൻ ചെയ്ത കുസൃതികൾക്ക് ശിക്ഷ കൊടുക്കാൻ വടിയുമായി പുറപ്പെട്ട അമ്മ മകൻ കണ്ടവരാരുമില്ല എന്നറിയുമ്പോൾ ഉള്ള വേവലാതിയായിരുന്നു ഈ കവിതയിലുള്ളത്. അവസാനം കുഴൽവിളി കേൾക്കുമ്പോൾ കമ്പ് വലിച്ചെറിഞ്ഞ് പുഞ്ചിരി തൂകുന്ന അമ്മ മകനോടുള്ള വാത്സല്യം ഈ കവിതയിലൂടെ സുഗതകുമാരി കാണിച്ചു തരുന്നുണ്ട്. അപ്പം കവിതയുടെ പേരെന്താണ്? കണ്ണൻ്റെ അമ്മ. ആരായി കവിത എഴുതിയത്? സുഗതകുമാരി അമ്മയാണ്. സുഗതകുമാരിയാണ് കണ്ണൻ്റെ അമ്മ എന്നുള്ള ഈ കവിത എഴുതിയത്. മനസ്സിലായല്ലോ? ഈ കവിതയ്ക്ക് പറ്റിയ നല്ലൊരു ഈണം കണ്ടെത്തിയാലോ നമുക്ക്? ആരൊക്കെ ഈണം കണ്ടെത്തും? എല്ലാ മിടുക്കന്മാരും മിടുക്കികളും ഇതിന് പറ്റിയൊരു ഈണം കണ്ടെത്തണം. ഒരു കാര്യം ചെയ്യാം, ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം ഇതിന് പറ്റിയ നല്ലൊരു ഈണം നിങ്ങൾ കണ്ടെത്തുക. കണ്ടെത്തിയ ശേഷം മാത്രം ബാക്കി വീഡിയോ കണ്ടാൽ മതി. നിങ്ങളൊരു ഈണം കണ്ടെത്തിയ ശേഷം അതിലൊരു 4 വരിയെങ്കിലും ആ ഈണത്തിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം മാഷ് നല്ല 2 ഈണം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. റെഡിയല്ലേ? എല്ലാ നല്ല മക്കളും നല്ല ഈണം കണ്ടെത്തുക. നല്ല രസകരമായിട്ടുള്ള
ഒരു ഈണം 4 വരിയെങ്കിലും 4 വരി അത് റെക്കോർഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ഈണം കണ്ടെത്താനായിട്ട് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ മക്കൾ ഈണം കണ്ടെത്തിയത് ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിന് അയച്ചു തരാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മാഷ് 2 ഈണം പരിചയപ്പെടുത്താലോ. അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കണേ. ആദ്യം നമുക്കൊരു ടീച്ചർ പാടുന്ന ഒരു കവിത നോക്കാം. ആ കവിതയുടെ ഈണം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മാഷ് പാടുന്നൊരു കവിതയുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും വേണം കേട്ടോ. കണ്ണൻ്റെ അമ്മ. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാനിന്നു പേടമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ണനീ കാട്ടിലേ വന്നില്ല കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കഴലു കഴച്ചു വലഞ്ഞപ്പോളമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിൻ നീലിച്ച ഹൃത്തിൽ നിന്നെപ്പോളോ രോടക്കുഴൽ വിളി പൊങ്ങുന്നു. കമ്പൂകരം വിട്ടു വീഴുന്നു. മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിൻ്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. അപ്പം എൻ്റെ മക്കളെല്ലാവരും കവിത കേട്ടുവോ? ഈ കവിത ഇഷ്ടമായോ? ഈ ഈണം ഇഷ്ടമായോ? ശരി, ആയിക്കോട്ടെ. ഇനി നമുക്ക് ഒരു മാഷ് പാടുന്ന ഒരു ഈണം നോക്കാം. ഓക്കെ, ശ്രദ്ധയോടെ കേൾക്കണേ. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാനെന്നു പേടമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ടിട്ടേയില്ല ഞാനെന്നു പേടമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ണനീ കാട്ടിലെ വന്നില്ല കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കണ്ണനീ കാട്ടിലെ വന്നില്ല കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കഴലു കഴച്ചു വലഞ്ഞപ്പോളമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കഴലു കഴച്ചു വലഞ്ഞപ്പോളമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിൻ നീലിച്ച ഹൃത്തിൽ നിന്നപ്പോൾ ഓരോടക്കുഴൽ വിളി പൊങ്ങുന്നു. കാടിൻ നീലിച്ച ഹൃത്തിൽ നിന്നപ്പോൾ ഓരോടക്കുഴൽ വിളി പൊങ്ങുന്നു. കമ്പുകരം വിട്ടു വീഴുന്നു. മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. കമ്പുകരം വിട്ടു വീഴുന്നു. മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. കണ്ണും പൂട്ടി നിന്നമ്മതൻ കുഞ്ഞിൻ്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. കണ്ണും പൂട്ടി നിന്നമ്മതൻ കുഞ്ഞിൻ്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. പൊന്നോടക്കുഴൽ കേൾക്കുന്നു. പൊന്നോടക്കുഴൽ കേൾക്കുന്നു. എല്ലാവരും കവിത കേട്ടോ? ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ ഈണം? ശരി, ഏത് ഈണമാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? ആയിക്കോട്ടെ, ഇനി നിങ്ങളുടെ ഈണമാണോ അത് ഇഷ്ടമായത്? ഏത് ഈണം ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, കവിതയിൽ എന്തായിരുന്നു? കവിതയിൽ
അമ്മ കണ്ണനെ കാണാതെ തപ്പി നടക്കായിരുന്നു അല്ലേ? അവസാനം കണ്ണനെ കിട്ടിയില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? നിങ്ങളുടെ അമ്മയെയോ സഹോദരനെയോ അല്ലെങ്കിൽ അനിയനെയോ ആരെങ്കിലും കാണാതെ നിങ്ങൾ തപ്പി അന്വേഷിച്ച് നടന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? നിങ്ങളുടെ ഇതുപോലെ സന്ദർഭം അനുഭവങ്ങൾ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളുണ്ടെങ്കിൽ അത് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതിയ ശേഷം അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ അധ്യാപകനെയോ അധ്യാപികയെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഏട്ടൻ്റെയോ ചേച്ചിയുടെയോ സഹായത്തോടെ ഫോണിൽ വോയിസ് റെക്കോർഡ് ചെയ്ത ശേഷം അത് സോഷ്യൽ മീഡിയ വഴി ടീച്ചർക്കോ അല്ലെങ്കിൽ മാഷിനോ അയച്ചു തന്നാലും മതി. അപ്പോൾ ഈ ഹോംവർക്ക് കൂടി ചെയ്യില്ലേ നിങ്ങൾ? അപ്പോൾ ഈ ഹോംവർക്ക് എത്ര ഹോംവർക്കായി? അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക, അതുപോലെ തന്നെ ഈണം കണ്ടെത്തുക, പിന്നെ സംഭാഷണം എഴുതുക. ഓക്കെ, അപ്പം 3 ഹോംവർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും ഈ 3 ഹോംവർക്കും ചെയ്ത ശേഷം നിങ്ങളുടെ അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം, ബായ്.